Kia ora, I am Ashwati. Derek Jones, Coffee with Start Career Expert ഫസ്റ്റ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എന്താണെന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മികച്ച ഭാവി അത് ന്യൂസിലൻഡിലായാലോ? എങ്കിൽ അതിനൊപ്പം ഡെറിക് ജോൺസ് കൂടെ ഉണ്ടാവും. നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് ഒരു പ്രൊഫഷൻ ആക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അതിനുള്ള ബെസ്റ്റ് കൺട്രിയാണ് ന്യൂസിലാൻഡ്. അതിന് കാരണങ്ങളുമുണ്ട്. എന്താന്നല്ലേ, അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സെറ്റിൽമെന്റ് ഓപ്ഷൻ വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഓർക്കും എല്ലാ കൺട്രീസും ഇത് തന്നെയല്ലേ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. ഇതിൽ നിന്ന് ന്യൂസിലൻഡിലെ വ്യത്യസ്തമാക്കുന്നത് അവിടുത്തെ ഗ്രീൻ ലിസ്റ്റ് ഓക്യുപ്പേഷന് കിട്ടുന്ന ജോബ് പ്രയോറിറ്റീസ് ആണ്. ന്യൂസിലൻഡിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയി ഷോർട്ടേജ് ഉള്ള കാറ്റഗറീസ് ആണ് ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീൻ ലിസ്റ്റ് ഓക്യുപ്പേഷനിൽ നിന്നും ഒരു ജോബ് ഓഫർ ലഭിക്കുമ്പോൾ റെസിഡൻസി വിസയ്ക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ വേഗത്തിൽ തന്നെ മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ ടാബ് 2 ഗ്രീൻ ലിസ്റ്റ് ഓക്യുപ്പേഷൻസ് വർക്ക് ടു റെസിഡൻസ് ഓപ്ഷനുകളും ആഫ്റ്റർ വർക്കിംഗ് ഫോർ 2 years യു ക്യാൻ ഗോ ഫോർ ഡയറക്റ്റ് വർക്ക് ടു റെസിഡൻസ്. ഒരു ഹൈലി ഡെവലപ്ഡ് കൺട്രി എന്ന നിലയിൽ കൺസ്ട്രക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ഡെവലപ്മെന്റ് ഡിസൈനിങ് എന്നീ മേഖലകളിലേക്ക് സൈറ്റ് മാനേജർ, പ്രോജക്ട് മാനേജർ, കൺസ്ട്രക്ഷൻ മാനേജർ എന്നീ പ്രൊഫൈൽസിന് ഡിമാൻഡ് കൂടുതലാണ്. പെർ ആനം 90,000 മുതൽ 1,10,000 ന്യൂസിലാൻഡ് ഡോളേഴ്സ്, ഏകദേശം ഇന്ത്യൻ മണി 53 lakhs വരെ ഏൺ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ന്യൂസിലാൻഡ് ഗവൺമെന്റ് വെബ്സൈറ്റ് ആയ careers.gov.nz എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സാലറിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അവിടുത്തെ ജോഗ്രഫിക്കൽ എൻവയോൺമെന്റ് നിങ്ങളുടെ വർക്കിനെ ബാധിക്കുമോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടായിരിക്കും അല്ലേ? അതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് അവിടുത്തെ ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാമുകളിൽ 4 to 10 ലെവൽസിൽ ഡിപ്ലോമ മുതൽ PhD കോഴ്സ് ലഭ്യമാണ്. ഇതിൽ നിങ്ങൾ നോക്കുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ 5 to 9 ലെവൽസിൽ വരുന്ന ഡിപ്ലോമ, ബാച്ചിലേഴ്സ്, ഗ്രാജുവേറ്റ്, PG ഡിപ്ലോമ, മാസ്റ്റേഴ്സ് എന്നീ കോഴ്സുകളാണ് ബെറ്റർ. അബ്രോഡ് സ്റ്റഡി നോക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനുമുള്ള പേടി പാർട്ട് ടൈം വർക്ക് അവരുടെ എഡ്യൂക്കേഷനെ ബാധിക്കുമോ എന്നതായിരിക്കും. സ്റ്റുഡൻറ്റിൻ്റെ എഡ്യൂക്കേഷനെ ബാധിക്കാത്ത രീതിയിലുള്ള വർക്ക് പാറ്റേൺ ആണ് ന്യൂസിലാൻഡ് ഫോളോ ചെയ്യുന്നത്. ലീഗലി അലൗഡ് ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സിൽ തന്നെ അവരുടെ ലിവിംഗ് എക്സ്പെൻസ് ഏൺ ചെയ്യാനുള്ള സാലറി പാക്കേജ് ന്യൂസിലാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നു. മറ്റുള്ള ഏജൻസികളിൽ നിന്നും എന്താണ് ഡെറിക് ജോൺസിന്റെ സ്പെഷ്യാലിറ്റി? ന്യൂസിലാൻഡ് റിലേറ്റഡ് അഡ്വൈസ് നൽകാൻ റൈറ്റ് ഉള്ള ലൈസൻസ് ഇമിഗ്രേഷൻ അഡ്വൈസർ ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഡെറിക് ജോൺസിന്റെ. അതുകൊണ്ട് തന്നെ കോഴ്സ് അപ്ഡേറ്റ്സ് മുതൽ വിസ വരെയുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ നൽകാൻ ഡെറിക് ജോൺസിന് സാധിക്കും. കൂടാതെ എയർപോർട്ട് പിക്കപ്പ്, പാർട്ട് ടൈം ജോബ് അസിസ്റ്റൻസ്, അക്കോമഡേഷൻ അസിസ്റ്റൻസ് എന്നീ സർവീസുകളും ഡെറിക് ജോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ഇനി ന്യൂസിലാൻഡിൽ പഠിക്കാം, ഉയർന്ന ജോലിയും നേടാം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു സബ്ജക്റ്റുമായി ഡെറിക് ജോൺസ് കോഫി വിത്ത് സ്റ്റാർട്ട് കരിയർ എക്സ്പെർട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണും വരെ ദിസ് ഇസ് അശ്വതി സൈനിങ് ഓഫ്. ബൈ. വിദ്യാധനം സർവ്വധനാൽ പ്രധാനമല്ലേ? Derek Jones Management Private Limited, expanding horizons.